മലപ്പുറം എടപ്പാളിലെ ഷഫീലയുടെ ആത്മഹത്യയിൽ ദുരൂഹത ഏറുന്നു. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട യുവാവ് വീട്ടിൽ വന്നു പോയതിനു ശേഷമാണ് ഷഫീല ആത്മഹത്യ ചെയ്തതെന്ന് ഭർത്താവ് റഷീദ് 24 പറഞ്ഞു. പ്രതിയെന്ന് സംശയിക്കുന്ന ഷഫീഖിനെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. കാളാച്ചാൽ അച്ചിപ്ര വളപ്പിൽ റഷീദിന്റെ ഭാര്യ ഷഫീലയാണ് ഈ മാസം 11-ന് വീട്ടിൽ തൂങ്ങി മരിച്ചത്. സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട മങ്കട സ്വദേശി ഷഫീഖ് 1.5 വർഷത്തിലധികം ഷഫീലയെ നിരന്തരം ശല്യം ചെയ്തിരുന്നു. തുടർന്ന് 1 വർഷം മുൻപ് ഷഫീഖിനെതിരെ ഷഫീല പോലീസിൽ പരാതി നൽകി. മുന്നേ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് പല നമ്പറുകളിൽ നിന്നും കോള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളോടും എൻ്റെ വൈഫിനോടും സ്റ്റേഷനിൽ പോയി പറയാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ പോയി കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. പിന്നെ കുറേ കാലത്തിന് ഇങ്ങനത്തെ ഒരു ശല്യങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിയുന്നത്. എന്നാൽ ഷഫീല ആത്മഹത്യ ചെയ്യുന്ന ദിവസം ഉച്ചയോടെ ഷഫീഖ് വീട്ടിലെത്തി. ഇരുവരും ഉച്ചത്തിൽ സംസാരിച്ചതായും ഷഫീലയുടെ ഭർത്താവ് റഷീദ്. ഇതിലൊന്നും എൻ്റെ വൈഫ് പേടിക്കാത്തൊരു വ്യക്തിയെന്ന് എനിക്കറിയാം. ഇനി ഞാൻ തന്നെ ഇവളെ ഒഴിവാക്കി കഴിഞ്ഞാലും അവൾക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള ഗഡ്സ് ഉണ്ട് എന്നുള്ള അവൾക്കറിയാം. അത്രയും വ്യക്തിയുള്ള. പിന്നെ ഇതെനിക്ക് മെനുവായിട്ടുള്ള ആവശ്യം എനിക്ക് ഏതായാലും നഷ്ടപ്പെട്ടു. എത്ര കോടി കൊടുത്താലും എനിക്കിത് കിട്ടാത്തൊരു കേസാണ്. ഇത് നാളെ മേലാക്കും ഒരു കുട്ടിക്കും സംഭവിക്കരുത്. അതിനുള്ളതായ തക്കതായ ശിക്ഷ ഇയാൾക്ക് കിട്ടണം. അത്രയാണ് എൻ്റെ ആവശ്യം. പ്രതിയെന്ന് സംശയിക്കുന്ന ഷഫീഖ് നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. മരണത്തിലെ ദുരൂഹത നീക്കി പ്രതിയെ ഉടൻ പിടികൂടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.